സുന്ദരിമാരുടെ പൊങ്ങച്ചം. കൂന്താലിപ്പുഴയിൽ സുന്ദരികളായ 2 മത്സ്യങ്ങൾ പാർത്തിരുന്നു. പൊൻചെതുമ്പലുകളും പൊൻചിറകുകളും പൊൻവാലുമുള്ള പൊന്നിക്കുറുമ്പിയായിരുന്നു ഒന്നാമത്തെ സുന്ദരി. വെള്ളിച്ചെതുമ്പലുകളും വെള്ളിച്ചിറകുകളും വെള്ളിവാലുമുള്ള വെള്ളിക്കുറുമ്പിയായിരുന്നു രണ്ടാമത്തെ സുന്ദരി. പേരുപോലെ തന്നെ 2 പേരും വലിയ കുറുമ്പികളും പൊങ്ങച്ചക്കാരികളുമായിരുന്നു. കൂന്താലിപ്പുഴയിലെ മീനുകളിൽ ഏറ്റവും സുന്ദരി ഞാനാണ്, ഒരു ദിവസം പൊന്നിക്കുറുമ്പി തുറന്നടിച്ചു. അല്ലല്ല, വെള്ളി നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാനാണ് ഇവിടുത്തെ പ്രധാന സുന്ദരി. വെള്ളിക്കുറുമ്പി ഏറ്റുപിടിച്ചു. എൻ്റെ ദേഹം നിറയെ സ്വർണ്ണപ്പുള്ളികളാണ്. ഹായ്, എന്തൊരു മിനുമിനുപ്പ്! പൊന്നിക്കുറുമ്പി വെള്ളത്തിൽ കിടന്ന് തുള്ളിച്ചാടി മറിഞ്ഞു. അയ്യടി, അങ്ങനെ തുള്ളാതെ, എൻ്റെ വാലിൻ തുമ്പിൽ നിറയെ വെള്ളി മുത്തുകളാണ്. ഹായ്, എന്തൊരു പളപളപ്പ്! വെള്ളിക്കുറുമ്പി വെള്ളത്തിൽ കിടന്ന് വാലിട്ടടിച്ച് ഞെളിഞ്ഞു. എന്തു പറയാൻ, തർക്കം മൂത്ത് പൊന്നിക്കുറുമ്പിയും വെള്ളിക്കുറുമ്പിയും തമ്മിൽ അടിപിടിയും ബഹളവുമായി. കൂന്താലിപ്പുഴയാകെ ഇളകി മറിഞ്ഞു. ഈ സമയത്താണ് കൂന്താലിപ്പുഴയിലെ മുതല മഹാറാണി ആ വഴിക്ക് എഴുന്നള്ളിയത്. എന്താ സുന്ദരിമാരെ ഇത്ര വലിയ ബഹളം? ഏതു കാര്യത്തിനും ഒരു പരിഹാരമില്ലേ? റാണിയമ്മയുടെ ചോദ്യം കേട്ടതോടെ പൊന്നിക്കുറുമ്പിയും വെള്ളിക്കുറുമ്പിയും അടിപിടിയും ബഹളവും അവസാനിപ്പിച്ചു. ഇതാ നാട് വാഴുന്ന മഹാറാണി നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നു. നമ്മുടെ തർക്കം റാണിയമ്മ തീർത്തു തരും, പൊന്നിക്കുറുമ്പി പറഞ്ഞു. അതെ, അതാണ് നല്ലത്. റാണിയമ്മ ന്യായമായി കാര്യങ്ങൾ തീർത്തുകൊള്ളും. വെള്ളിക്കുറുമ്പിയും സമ്മതിച്ചു. ശരി, 2 പേരും അടുത്തു വരൂ. നിങ്ങളുടെ സൗന്ദര്യം ഞാനൊന്ന് നേരിൽ കാണട്ടെ, മുതല മഹാറാണി ആവശ്യപ്പെട്ടു. പറയേണ്ട താമസം. പൊന്നിക്കുറുമ്പിയും വെള്ളിക്കുറുമ്പിയും റാണിയമ്മയുടെ മുന്നിൽ വന്ന് ഗമയിൽ നിന്നു. ഞാനാണ് കൂന്താലിപ്പുഴയിലെ സുന്ദരിക്കുട്ടി, പൊന്നിക്കുറുമ്പി വാദിച്ചു. ഒന്ന് പോടി, നീയല്ല, ഞാനാണ് ഇവിടുത്തെ സുന്ദരിക്കുട്ടി, വെള്ളിക്കുറുമ്പി വാശി പിടിച്ചു. എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ 2 പേരുമല്ല, ഞാനാണ് കൂന്താലിപ്പുഴയിലെ മഹാസുന്ദരി. എൻ്റെ മുഖവും കണ്ണും വായും പല്ലുകളുമൊക്കെ കാണാൻ എന്തൊരു ചന്തമാണ്! സംശയമുണ്ടെങ്കിൽ ഈ മുല്ലപ്പൂവും പല്ലുകൾ ഒന്ന് നേരിൽ കണ്ടോളൂ. മുതല മഹാറാണി വായി തുറന്നു പിടിച്ചു. പൊന്നിക്കുറുമ്പിയും വെള്ളിക്കുറുമ്പിയും റാണിയമ്മയുടെ വായിലേക്ക് ഓടിക്കയറി. ടപ്പ്! മഹാറാണി പെട്ടെന്ന് വായ് പൂട്ടി. 2 സുന്ദരിമാരും അങ്ങനെ റാണിയമ്മയുടെ വായിലായി. കുറുമ്പും വാശിയും പൊങ്ങച്ചവും നാശത്തിലേക്കുള്ള വഴികളാണ്. ഇതെല്ലാം കണ്ടിരുന്ന ഒരു ഞണ്ടമ്മാവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു.